ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. ബിഗ് ബോസ് എല്ലാവരും ആക്ടിവിറ്റി ഏരിയയിലേക്ക് വിളിപ്പിച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇങ്ങനെ കാത്തു നിന്നു. ആരും തന്നെ വരുന്നില്ല. അവിടെ ഒനിയിലും അഭിലാഷും അതേപോലെ തന്നെ ശൈത്യയും മാത്രം ആ ഒരു ആക്ടിവിറ്റി ഏരിയയുടെ മുമ്പിൽ പോയി നിൽപ്പുണ്ട്. അപ്പോൾ ഒനിയിലും അഭിലാഷും ഒക്കെ പറയുന്നുണ്ട്, ഇവരൊക്കെ എവിടെയാണ്, ഇതൊക്കെ സ്കൂളാണോ ഇത്, ഇവർക്കൊന്ന് വന്നാൽ തന്നെ അനങ്ങാൻ എന്താ ഇത്ര പാടാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ സമയത്ത് നമ്മുടെ ക്യാപ്റ്റനായിട്ടുള്ള അപ്പാനി ശരത്ത്, ഇന്ന് അധികാരത്തിൽ കയറിയിട്ടുള്ള അപ്പാനി ശരത്ത് സോഫയുടെ പുറകില് അങ്ങ് റെസ്റ്റ് എടുക്കുവാണ്. അക്ബറിന്റെ ആര്യന്റെയും കൂടെ സോഫയുടെ പുറകിൽ കിടക്കുവാണ്, കളിക്കുവാണ് അവർ 3 പേരും കൂടി കിടന്നിട്ട്. അപ്പോ ബിഗ് ബോസ് സ്വാഭാവികമായിട്ട് ക്യാപ്റ്റനെ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ വീടിന്റെ ആരാണ്? ക്യാപ്റ്റനാണ് ബിഗ് ബോസ്. ആ ഒരു മാന്യതയും മര്യാദയും ഒക്കെ നിങ്ങൾ കാണിക്കണം. ആക്ടിവിറ്റി ഏരിയയിലേക്ക് ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് വിളിച്ചാൽ എത്ര നേരം കാത്തു നിൽക്കണം എന്നൊക്കെ ചോദിച്ചിട്ട് ബിഗ് ബോസ് ശരത്തിനെ നിർത്തി പൊടിക്കുന്നുണ്ട്. എന്നിട്ടാണ് പറഞ്ഞു വിടുന്നത്. അപ്പോ ശരത്ത് സോറി എന്നൊക്കെ പറയുന്നുണ്ട്. സോറി ബിഗ് ബോസ്, ഇനി ഞാൻ ഇങ്ങനെ ആവർത്തിക്കില്ല, ഞാൻ എല്ലാവരെയും ഇനി ഇത് നിയന്ത്രിച്ചോളാം, കറക്റ്റായിട്ട് കൊണ്ടുവന്നോളാം എന്നുള്ള രീതിയിലൊക്കെ ശരത്ത് പറയുന്നുണ്ട്. ശരത്ത് ശരിക്കും ചമ്മിപ്പോയെന്നാണ് തോന്നുന്നത് കേട്ടോ. കാരണം ബിഗ് ബോസ് എത്ര നേരമാണ് ഈ കാത്തു നിൽക്കേണ്ടത്? ഒരു ഡിസിപ്ലിൻ എന്ന് പറഞ്ഞൊരു സാധനമില്ലേ. ബിഗ് ബോസ് ഒരു കാര്യത്തിനായിട്ട് അവിടെ വിളിപ്പിച്ചു. അവർക്ക് കൃത്യമായ ടൈം ടേബിളും കാര്യങ്ങളും ഒക്കെ തന്നെയുണ്ട്. ഓരോ ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ നടക്കണം എന്നുള്ളത് ആ ഒരു സമയവും കാര്യങ്ങളും എല്ലാം നിശ്ചയിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പൊ വിളിക്കുന്ന സമയത്ത് എല്ലാവരും അവിടെ ചെല്ലേണ്ടത് അവരവരുടെ മര്യാദയാണ്. അവരെ അവിടെ എത്തിക്കേണ്ടത് ക്യാപ്റ്റന്റെയും കൂടി ഒരു മര്യാദയാണ്. അപ്പോൾ ഇത്രയുമായിരുന്നു പ്രധാന ലൈവ് അപ്ഡേറ്റുകൾ. കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.